നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങൾ നിങ്ങളുടെ ആദരം കൊണ്ട് ഇന്ന് രാവിലെ പറയാമോ? നിങ്ങളെ ഭരിക്കുന്ന വിഷയം ഉണ്ടല്ലോ. നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ ആദരം കൊണ്ട് പറ, ആ വിഷയം പറഞ്ഞിട്ട് പറ, ഇതിന് തമ്പുരാൻ വിടുതൽ തന്നിരിക്കുന്നു. തന്നേക്കുന്ന് ഒറ്റ ഒരെണ്ണം പറഞ്ഞേക്കല്ലേ, അങ്ങനല്ലേ? തന്നേക്കുന്നു എന്ത് ചെയ്യരുത്, പറയരുത്. തന്നിരിക്കുന്നു പറഞ്ഞേ, പറ. അങ്ങനെ ആ ബാക്കിലൊക്കെ ഇരിക്കുന്നവരെല്ലാം പറ. ലീലമാൻ്റെ പാത്തിരിക്കുകയാണോ? പറ, ഉറക്കെ പറ. മറ്റേ വിഷയമുണ്ടല്ലോ, അത് പറ. എന്തുവാ? തലയാട്ടാനല്ല പറഞ്ഞു, തന്നിരിക്കുന്നു. തമ്പിച്ച അങ്ങനെ പറ, തന്നിരിക്കുന്നു. കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? ഇതൊന്നും വെറുതെ വരുന്നതല്ല, ആത്മാവ് പറയുകയോ. 15 ദിവസമായില്ലേ, തീ കത്തിക്കൊണ്ടിരിക്കുകയോ. ഇവിടെ 42-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യമാ സിസ്റ്റർ വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ. നിനക്ക് മൈക്ക് എന്ത് ചെയ്യേ, അത് ഓണാക്ക്. മൈക്ക് എന്തിയടാ? പോയോ? നിനക്ക് സിസ്റ്റർ ഒന്ന് ഓണാക്കിയേ. ഓണാണോ? നിനക്ക് ഇങ്ങോട്ട് വാ. നിനക്ക് സകലവും കഴിയുമെന്നും. അവിടെയാ സകലതും കഴിയുമെന്നും. എന്തേ അജയ് ആ കൈ പൊക്കിന്ന് പറഞ്ഞ കർത്താവിന് കഴിയുമെന്ന് പറ. കർത്താവിന് കഴിയും. നിന്റെ മൂത്ത കൊച്ചിന്റെ കാര്യം കർത്താവിന് കഴിയും. നിന്റെ ഇളയ കൊച്ചിന്റെ കാര്യം കർത്താവിന് കഴിയും. നിന്റെ ജോലി കർത്താവിന് കഴിയും. ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പിശാച് എതിർത്ത് നിൽക്കുകയാണ് ഇന്ന് പകൽ. അവനോട് നമുക്ക് എതിർക്കാൻ വകയുണ്ട്. ജീസസ്, കർത്താവിന് കഴിയും. നിനക്ക് സകലതും കഴിയും എന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ആ വചനം കണ്ടോ? 11-ാം ദിവസം ദൈവാത്മാവ് പറയുക, ഈ വാക്യം പറയാനല്ല വന്നേ, ഇന്നലത്തെ ബാക്കി പറയാനാ വന്നേ. പക്ഷെ ആത്മാവിനോട് പറയും ഈ വിഷയത്തെ തൊടാൻ. എന്താണെന്നറിയാമോ? കർത്താവിന് ഇതിൽ കൂടെ ഇന്ന് പകൽ വന്ന ചിലരോട് ചിലത് പറഞ്ഞ് ഉറപ്പിക്കാനുണ്ട്. അവിടെ ഇയ്യോബ് പറയുകയാണ്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും. ആരുടെ ഉദ്ദേശം? ഇയ്യോബിന്റെ ഉദ്ദേശമാണോ? ഇയ്യോബിന്റെ ഭാര്യയുടെ ഉദ്ദേശമാണോ? ഇയ്യോബിന്റെ മക്കളുടെ ഉദ്ദേശമാണോ? അല്ല. ഇയ്യോബിന്റെ കൂട്ടുകാരുടെ ഏലിഹൂവിന്റെ ഒക്കെ ഉദ്ദേശമാണോ? അല്ല. ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവത്തിന് ഇയ്യോബിനെ കുറിച്ച് എന്തോ ഉണ്ട്. നോക്കിയേ, ദൈവത്തിന് ഇയ്യോബിനെ കുറിച്ച് എന്തോ ഉണ്ട്. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? അച്ഛന്മാർക്കുണ്ടോ? ദൈവത്തിന് ഇയ്യോബിനെ കുറിച്ച് എന്തോ ഉണ്ട്. അങ്ങനാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഉണ്ട്. എനിക്കൊന്ന് നൃത്തം ചെയ്യണമെന്നുണ്ടെന്ന്, തുള്ളണമെന്ന്, ചാടണമെന്നുണ്ട്. എന്നെക്കുറിച്ച് ഉദ്ദേശമുള്ളവരൊക്കെ മാറി നിൽക്കുമ്പോൾ എന്നെക്കുറിച്ച് ഉദ്ദേശമുള്ള ഒരു സ്വർഗത്തിലെ അപ്പനുണ്ടെന്ന്. ഒരുപക്ഷെ നീ പറയും, പ്രസവിച്ച അമ്മ കാണത്തില്ല, കൂടെ ജനിച്ച സഹോദരങ്ങൾ കാണത്തില്ല, നിന്റെ അപ്പൻ നിന്റെ കൂടെ കാണത്തില്ല, നിന്റെ സഭയിലെ പാസ്റ്റർ കൂടെ കാണത്തില്ല, ആർക്കും എന്നെക്കുറിച്ചൊരു ഉദ്ദേശമില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം, നിന്റെ സൃഷ്ടാവിന് എന്തുകൊണ്ട് കുഞ്ഞുള്ള ആൻറ്റി? ഒരു ഉദ്ദേശമുണ്ട്.
ആ ഉദ്ദേശം നിറവേറാനാണ് ദൈവം നമ്മളെ ചില ശോധനയെ കൂടെ കടത്തിവിടുന്നത്. ആ ഉദ്ദേശം നിറവേറാൻ വേണ്ടിയാണ് നമ്മളെ ചില കഷ്ടതയിൽ കൂടെ കണ്ണുനീരിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യുന്നത്, കടത്തിവിടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചു, നമുക്ക് ശവപ്പെട്ടിക്കകത്ത് വെക്കാനല്ല ഈ പരീക്ഷണം. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് രാവിലെ ചങ്കത്ത് കൈവച്ച് പറ, എന്നെക്കുറിച്ച്. ആലയത്തിൽ മാത്രമല്ല, ഓൺലൈനിൽ കേൾക്കുന്ന ജനം ചങ്കത്ത് കൈവച്ച് പറ, എന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടത്തില്ല. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അല്ല, ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യത്തില്ല. എന്നെക്കുറിച്ച്, ഓ ജീസസ്. ഈ എടത്തുവായിൽ ഒരു അച്ചാനുണ്ട്. എടത്തുവായിൽ ഒരു അച്ചാൻ്റെ പേര് ജോൺസൺ എന്നാ. ജോൺസൺ. അദ്ദേഹത്തിൻ്റെ ജോലി എവിടെയാണെന്ന് അറിയാമോ? സൗദിയിലാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്തോ എവിടെ? സൗദിയിൽ. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ഈ കിച്ചൺ ടൗലും കർച്ചീപ്പ്, മറ്റേ ഈ എന്താ പറയുന്നത്, ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനിയാണ്. വലിയൊരു കമ്പനിയാണ്. ആ കമ്പനി ഞാൻ പോയിട്ടുണ്ട്. അച്ചാൻ്റെ കൂടെ ഏതാണ്ട് 2-3 ആഴ്ച അച്ചാൻ്റെ റൂമിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അച്ഛന് കുഴപ്പമൊന്നുമില്ല. അച്ഛൻ 2 പെൺപിള്ളേരാ. അവരൊക്കെ ആ സമയത്ത് നേഴ്സിംഗ് ഒക്കെ പഠിക്കും. ഇപ്പം നേഴ്സുമാരായിരിക്കും. എവിടാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ അച്ചായൻ്റെ വീട് എടത്തുവായില്ല. അപ്പം ഈ അച്ചായന് ഇങ്ങനെ ഈ ജോലി ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവം അറിയാമോ? ജോലി ടൈറ്റ് ആയപ്പോൾ ആരാധന മുടങ്ങി. എന്തോ മുടങ്ങി? അച്ഛൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ എന്തോന്നും പോകത്തില്ല. വെള്ളിയാഴ്ച ആരാധനയ്ക്ക് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പാസ്റ്റർ പലപ്പോഴും വിളിക്കും, പറയും എനിക്കിന്ന് ഡ്യൂട്ടി ആയിരുന്നു, ഓഫീസിൽ പോകണം. പക്ഷേ അച്ഛൻ ഭയങ്കര തീഷ്ണതയുള്ളൊരു മനുഷ്യനാണ്. ഉഴപ്പനൊന്നുമല്ല. രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അച്ചായന ജോൺസൺ അച്ചായൻ. എനിക്ക് ഒത്തിരി ബന്ധമുള്ളൊരു അച്ചായന. രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം ഞാൻ പുള്ളിയുടെ ആ റൂമിൽ താമസിച്ച ഒരു കൊച്ചു മുറിക്കകത്ത്, അതിനകത്ത് ഞാനും താമസിച്ച 2 ആഴ്ച ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കും. ഞാൻ കിടന്നുറങ്ങുമ്പോഴും അച്ഛായിരുന്നു പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആത്മീകന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രാർത്ഥിക്കണം. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നവനാ. പക്ഷെ ഇപ്പൊ എന്താ സംഭവം എന്നറിയാമോ? പുള്ളിക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പുള്ളിയുടെ ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഇരുന്നപ്പോൾ എന്തെന്നറിയാമോ? ഈ ജോലി പൊത്തടിയോ എന്ന് പറഞ്ഞ് താഴെ വീണു. ജോലി അങ്ങ് പോയി. കേൾക്കുന്നുണ്ടോ? ജോലി അങ്ങ് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രേസ് TV നടന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ടൈമാണ്. ആ സമയം ഇതുപോണൊക്കെ ഉപവാസം, ഇന്നലെ ഒരു ആൻറ്റി വിളിച്ച് പറഞ്ഞ പോലെ 21 ദിവസം ഉപവാസം നടക്കുക. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തിന് 21 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കാൻ കർത്താവ് അവസരം കൊടുത്തു. ആ 21 ദിവസത്തിൽ തൻ്റെ റൂമിലിരുന്ന് താൻ ആത്മാവിലായി. നിങ്ങൾക്കറിയാമോ, ഈ പ്രാർത്ഥനയോടെ നടക്കുമ്പോൾ എത്ര വീടുകളിൽ ഈ മൊബൈൽ ഓൺ ചെയ്ത് TV ഓൺ ചെയ്ത് ഇരുന്ന് നമ്മുടെ കൂടെ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണമെന്നറിയോ? 21 ദിവസവും അച്ഛൻ പ്രാർത്ഥിച്ചു. അവസാനം അവിടെ ജോലി ഇല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ വരണം, മക്കൾ പഠിക്കുക, വീട് ലോണാണ്, അതിൻ്റെ അടയ്ക്കാനുണ്ട്, അടയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിങ്ങനെ പരാതി പറയും, പാസ്റ്ററെ ഞാൻ നാട്ടിൽ വന്നാൽ ഇതെല്ലാം മുടങ്ങും, ഒന്നുമില്ല, വലിയ സ്ഥലമൊന്നുമില്ല, കൃഷി ചെയ്യാൻ ഒന്നും വലിയ സ്ഥലമൊന്നുമില്ല, ഒരു വീടിരിക്കുന്ന സ്ഥലം. ആ 21 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം റോഡിൽ നിൽക്കുക, റോഡിൽ. അപ്പോൾ റോഡിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, റോഡിൽ നിൽക്കുമ്പോൾ അദ്ദേഹം നിൽക്കുന്നതൊരു ഗ്യാസ് സ്റ്റേഷൻ്റെ എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പണ്ട് ആരാധിച്ച ഒരു സഹോദരൻ, പണ്ട് വേറെ ചർച്ചിൽ ആരാധിക്കുമ്പോൾ, വേറെ സ്ഥലത്ത് ആരാധിക്കുമ്പോൾ
ആ സഹോദരൻ ഈ പമ്പിൽ കൂടെ കയറി ഇറങ്ങി പെട്രോൾ അടിച്ചിട്ട് ഈ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ജോൺസൺ അച്ചാൻ ഇവിടെ നിൽക്കുന്നു. പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഇന്നടത്തോടെ വന്ന് കയറെന്ന് പറഞ്ഞു. ഇവർ തമ്മിൽ യാത്ര ചെയ്തു. ചോദിച്ചു പോയ വഴിക്ക് ഈ സഹോദരനോട് അച്ചാൻ്റെ കാര്യം പറഞ്ഞു. ജോലി നഷ്ടപ്പെട്ടു, അത് ഭയങ്കര പാടായിരുന്നു, പ്രാർത്ഥിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ പറയുക, അടുത്ത തിങ്കളാഴ്ച എന്നെ ഒന്ന് വിളിക്കാൻ. അടുത്ത തിങ്കളാഴ്ച എന്നെ എന്ന് തൻ്റെ ബാലറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് കൊടുത്തു. അടുത്ത തിങ്കളാഴ്ച സൂക്ഷം പോലെ ജോൺസനെ നിങ്ങൾ വിളിച്ചു. ജോൺസണിനോട് പറഞ്ഞു 4 മണിയാവുമ്പോൾ ഓഫീസിൽ വരാൻ പറഞ്ഞു. 4 മണിയായപ്പോൾ ഓഫീസിൽ ചെന്നു. പുതിയ വിസയോടുകൂടെ ജോലി പ്രിന്റ് ചെയ്ത് കൈ കൊടുത്തു. വിശ്വസിക്കാമോ? ഈ കർത്താവ് മരിച്ചിട്ടില്ല. വിശ്വസിക്കാമോ? ഈ ദൈവം തോറ്റവനല്ല. നീ ദൈവത്തിന് കീഴടങ്ങ. നീ ദൈവത്തിന് കീഴടങ്ങ. പിശാചിനോട് എതിർത്ത് നിൽക്ക്. നിന്റെ ജോലിയെ നശിപ്പിക്കുന്ന, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തടയുന്ന, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ എടുത്തു കളയുന്ന പിശാചിനോട് എതിർത്ത് നിൽക്ക്. എങ്ങനെ? ഉപവാസത്താലും പ്രാർത്ഥനയാലും. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഉപവസിച്ചാൽ മറുപടി ഉണ്ടെന്നേ, പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെന്നേ, കരഞ്ഞാൽ മറുപടി ഉണ്ടെന്നേ. പക്ഷെ ഇന്ന് പകൽ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് എന്തോ ഉണ്ട്? ഉദ്ദേശമുണ്ട്. കേൾക്കണോ നിങ്ങൾക്ക്? ആ മനുഷ്യൻ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ കിട്ടിയതിന്റെ ഡബിള് ദൈവം ചെയ്ത അങ്ങനെയാ ചെയ്യുന്നേ. എങ്ങനെ കൊടുക്കും വച്ചാ? കർത്താവ് എബിക്ക് വേണ്ടി കരുതൂ, ഡബിള് കരുതൂ. സ്വത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. സ്വത്രം പറഞ്ഞാൽ മതി. അതിനായി ബൈബിളിനകത്ത് ആമേൻ ആമേൻ എന്ന് പറയാൻ പറഞ്ഞ്. ആമേൻ അങ്ങ് പറഞ്ഞാൽ മതി. സ്വത്രം ഡബിൾ കൊടുക്കും. ഡബിൾ കൊടുത്തു. സ്വത്രം പറഞ്ഞേ. സ്വത്രം ഡബിൾ എന്ത് ചെയ്തു? കൊടുത്തു. ആമേ. അതിന്റെ ഒരു ദശാംശം ഞങ്ങൾക്ക് അയച്ചോ. അപ്പൊ നിങ്ങൾ ഓർക്കും അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ വാസ്തവെന്ന്. അങ്ങനെ രക്ഷപ്പെട്ടവരൊക്കെ ദശാംശം തന്നായിരുന്നേ ഞാൻ ആരായിരുന്നു? ആട് കിടന്നെടുത്ത് പിന്നെ പൂടയും പോലും തീയിട്ടില്ല. ഒറ്റയെണ്ണം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ 10 എണ്ണമല്ലേ വന്ന് സൗഖ്യമാകാൻ? എത്ര എണ്ണം വന്നു? പിന്നെ ഈ പാവം പിടിച്ചാൻ കാര്യം കഴിയുമ്പോൾ എല്ലാം അങ്ങ് പോവും. പക്ഷെ അതിനകത്ത് ചിലരുണ്ട് കേട്ടോ, സ്നേഹിക്കുന്ന ചിലരുണ്ട്. അത് ഞങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല, കർത്താവിനുള്ള സ്നേഹം കൊണ്ട്. സ്വത്രം പറ, സ്വത്രം പറ, സ്വത്രം പറ, ആമേൻ പറ, നന്ദി പറ കർത്താവിന്. അപ്പം നമ്മളെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഉണ്ട്. ആ ജോലി, അതാ ഞാൻ പറയാൻ വന്നേ, ആ ജോലിയിൽ നിന്ന് മറ്റൊരു നന്മയിലേക്ക് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു 21 ദിവസം ജോലി കളയുക എന്നുള്ളത്. അതാ ഞാൻ പറയാൻ വന്നേ. മനസ്സിലായോ? ആ ജോലിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. ഈ ജോലി പോകുമ്പോഴേ, പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ ടയർഡായി ദൈവത്തോട് പുറകുറുക്കുന്ന, പത്രോസ് നിനക്ക് വിചാരമില്ലേ അപ്പാ എന്നൊക്കെ ചോദിക്കുന്നവരാ നമ്മൾ. പക്ഷെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് അതാ യോബ് പറഞ്ഞേ. 11-ാം ദിവസം ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടോട് പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിമിത്തം ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പുറത്തു പറയാൻ കഴിയാതെ നിരാശപ്പെടുന്നെങ്കിൽ ഇന്ന് നിങ്ങളുള്ള ദൂത, ദൈവത്തിന് നിങ്ങളുടെ കൊച്ചിനെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അവൻ എന്നും ഇങ്ങനെ നടക്കില്ല, അവൾ എന്നും ഇങ്ങനെ നടക്കില്ല. ആ ഉദ്ദേശം ഈ പ്രാർത്ഥനയിൽ സംഭവിച്ചിരിക്കും. ദൈവത്തിന് എന്തോ ഉണ്ട്? ഉദ്ദേശമുണ്ട്.
അതാ ഞാൻ പ്രാർത്ഥനയിൽ പറഞ്ഞ പൊന്നമ്മാൻ്റിയുടെ പ്രിയ മോക്ക് കുഞ്ഞുങ്ങളില്ല. എത്ര വർഷം കാത്തിരുന്ന് നിങ്ങൾക്കറിയാം, എന്നേക്കാൾ കൂടുതൽ. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, ആ കൊച്ചിനെ പറഞ്ഞ് യാത്ര അയക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ തലയിൽ കൈവച്ചിട്ട് ദൂത് പറഞ്ഞു. കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, മോളെ ഈ വർഷം നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു. അത് ആൻറ്റി വരുമ്പോൾ പറയും, ഈ വർഷം കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു. കൊടുത്തപ്പോൾ എത്ര എണ്ണത്തെ കൊടുത്തു? അവിടെ എന്താ അച്ഛാ, മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഡബിള്. ദൈവം തന്ന എങ്ങനെ തരും? ഇരട്ടി. ശമ്പളം കൊടുത്തപ്പോൾ ഡബിള് അല്ലേ? അതല്ലേ പറഞ്ഞേ? സ്തോത്രം. കൊച്ചിനെ കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇത്രയും ദിവസം കാത്തിരുന്നതല്ലേ, ഒത്തിരി പ്രാർത്ഥിച്ചതല്ലേ, വല്യമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞു, നീ കൊച്ചിന് വേണ്ടി ഇത്രയും കരഞ്ഞല്ലേ. ഈ സഭയോട് ദൈവം പറഞ്ഞു, ഇത്രയും പ്രാർത്ഥിച്ചല്ലേ. സഹോദരിമാരുടെ മീറ്റിങ്ങിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കൂട്ടത്തോടെ പ്രാർത്ഥിച്ചല്ലേ, ഞാൻ കഴിഞ്ഞതുകൂടെ വരവ് ചെയ്ത്. ഓ, വരവ് ചെയ്ത് ഇത്രയും വർഷം കാത്തിരുന്നോടൊന്ന് പ്ലസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നിനക്ക് തരും. സ്തോത്രം പറ. അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ വിശ്വസിക്കുന്നു, മുമ്പ് ഏതോ വർഷത്തിൽ ജനിക്കേണ്ടതൊന്നും ഇപ്പം ജനിക്കേണ്ട ഒന്നും കൂടെ ദൈവം എന്ത് ചെയ്തു? കൊടുത്തപ്പോൾ രണ്ടും കൂടെ. അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എത്ര പേര് ആമേൻ പറയും? മുമ്പെങ്ങോ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ കൂടെ ഈ പ്രാർത്ഥനയിൽ എവിടെയോ മുടങ്ങിക്കിടന്നത്, എവിടെയോ ബ്ലോക്കായത്, അത് വിവാഹമാകും, അത് ജോലിയാകും, അത് കുഞ്ഞാകും, അത് സാമ്പത്തികമാകും, അത് നിത്യതയുടെ ചില വിഷയങ്ങളാകും, നിന്റെ ശരീരത്തിന്റെ ഘടനയുടെ വിഷയമാകും. എവിടെയോ പിശാച് ബന്ധിച്ചു വെച്ചതിന് ലൈവിലിരിക്കുന്ന ഒരു ആമേൻ പറ. ഈ 11-ാം ദിവസം ഇന്ന് പകൽ നിങ്ങൾ ആമേൻ പറ. വർഷങ്ങൾ കൊണ്ട് കൊതിച്ചിട്ടും വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്നിട്ടും ലഭിക്കാതെ പോയ ചിലത് ഈ പ്രാർത്ഥനയിൽ അതിന്റെ കുരുക്കഴിഞ്ഞ് മട പൊട്ടി വെള്ളം ഒഴുകുന്നത് പോലെ നിന്റെ കുടുംബത്തിലേക്ക് അത് ഒഴുകാൻ പോകുകയാ. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. ദൈവത്തിന് കീഴടങ്ങ്, പിശാചിനോട് എതിർത്ത് നിൽക്ക്. പതിനൊന്നാം ദിവസം ദൈവാത്മാവ് കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, സഭയെ നോക്കി പറയുന്നു, എവിടെയോ തടയപ്പെട്ടത്, എവിടെയോ ബന്ധിക്കപ്പെട്ടത് ഒരു മട പൊട്ടുന്നത് പോലെ അത് പൊട്ടിയിട്ട് ഇരച്ചിരമ്പി വരുന്ന വെള്ളപ്പാച്ചിൽ പോലെ നിന്റെ തലമുറയിലേക്ക് ദൈവിക വിടുതലുന്നത്. Receive the Lord. Oh, sharararagadidere വൈഡഖരംദരാജകൾ ഘടക സൈതനെ, നിന്റെ കണ്ണുനീരിന് വിരാമമായി അമ്മേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരാമമായി അച്ഛാ. നീ ഒഴുക്കിയ കണ്ണുനീര് തൂക്കി നോക്കാൻ സമയമായി. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ കണ്ണുനീർ എന്റെ തുരുത്തിയിലുണ്ട്. തുരുത്തി നിറയുന്ന പകല്, അത് കമഴ്ത്തി തൂക്കുന്ന പകല് ദൈവത്തിന്റെ ഉദ്ദേശം. Receive. Oh, receive. പ്രാപിച്ചോ, സ്വീകരിച്ചോ,
കരമടിച്ചു സ്വീകരിക്ക്, കരമടിച്ചു പ്രാർത്ഥിക്ക്. വീട്ടിലിരിക്കുന്നവ ആരാധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പകൽ നീ ഇരിക്കുന്നെങ്കിൽ ആ കരമടിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്ക്. ചിലത് അഴിഞ്ഞു മാറുന്നു, ചിലത് ഒഴുകി വരുന്നു. യേശുവേ രാജാവേ, യേശുവേ അങ്ങേ ആരാധിക്കുന്നേ. യേശുവേ രാജാവേ, യേശുവേ അങ്ങേ ആരാധിക്കുന്നേ. ഒരുമിച്ച് പറഞ്ഞേ, യേശുവേ രാജാവേ, യേശുവേ അങ്ങേ ആരാധിക്കുന്നേ. യേശുവേ അങ്ങേ ആരാധിക്കുന്നേ. എൻ്റെ അപ്പാ ഞാൻ ആരാധിക്കുന്നേ. യേശുവേ അങ്ങേ ആരാധിക്കുന്നേ. എൻ്റെ അപ്പാ ഞാൻ ആരാധിക്കുന്നേ. യേശുവേ രാജാവേ, യേശുവേ അങ്ങേ ആരാധിക്കുന്നേ. ഒരുമിച്ച് പറഞ്ഞേ, യേശുവേ രാജാവേ, യേശുവേ അങ്ങേ ആരാധിക്കുന്നേ. ഓ അങ്ങേ ആരാധിക്കുന്നേ. അപ്പായേ അങ്ങേ ആരാധിക്കുന്നേ. യേശുവേ അങ്ങേ ആരാധിക്കുന്നേ. അപ്പായേ അങ്ങേ ആരാധിക്കുന്നേ. യേശുവേ, ഒരുമിച്ച് പറഞ്ഞേ, അങ്ങേ ആരാധിക്കുന്നേ. അപ്പായേ ഞാൻ ആരാധിക്കുന്നേ. 11-ാം ദിവസം 4 വരെ കിട്ടി, ഇനി ബാക്കി കിട്ടും. ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറുകയാ. നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നീ അതെപ്പോ സമ്മതിക്കുന്നു, നിങ്ങളതെപ്പോ സമ്മതിക്കുന്നു, അവിടം കൊണ്ട് നിന്റെ ചാപ്റ്റർ അവസാനിക്കാൻ പോവുകയാണ്. ഏത് ചാപ്റ്റർ? നഷ്ടങ്ങളുടെ, മരണത്തിൻ്റെ, പുഴുവെടുക്കുന്ന ശരീരത്തിൻ്റെ, ഭാര്യയുടെ നിന്ദകൾ, കുടുംബത്തിൻ്റെ ഒറ്റപ്പെടലുകൾ. 42-ാം അധ്യായത്തിൽ സ്റ്റോപ്പ് ചെയ്തെന്നു. ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ, ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ. പ്രവാചകന്മാര് തലേക്കെ വെച്ച് പറഞ്ഞ വാക്കല്ല. ഇയ്യോബ് സ്വന്തമായി മുട്ടുമടക്കി പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളെ നിങ്ങൾ സ്വന്തമായി മുട്ടുമടക്കി പറ. വിടുതല. നിങ്ങൾ പറയുന്നത് നിങ്ങളിൽ സംഭവിക്കും. ഇയ്യോബ് പറയുകയാ നിനക്കൊന്നും അസാധ്യം അല്ല, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യം അല്ല. അപ്പൊ നമ്മളെ കുറിച്ച് എന്തോ ഉണ്ട്? ഒരു ഉദ്ദേശം. വിശ്വസിക്കാമോ? ലിജിയ, നിന്നെ കുറിച്ച് ദൈവത്തിന് എന്തോ ഉണ്ട്?
ഹല്ലേലൂയ. ഞാൻ ഈ പേരൊക്കെ പറയുന്ന ദൈവാത്മാവ് പറയുന്നുണ്ടോ? നിന്നെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഉണ്ട്. ദൈവത്തിന് എന്തോ ഉണ്ട് മാമേ. ഓ, ആ വാക്ക് ചലിക്കട്ടെ. ആ വാക്ക് ഇതിനകത്ത് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പോലെ കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. Right now, ഇപ്പോൾ തന്നെ ആ ഉദ്ദേശം വെളിപ്പെടട്ടെ. Right now, ഇപ്പോൾ തന്നെ കത്തട്ടെ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, എൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പ്രാപിക്ക്, പ്രാപിക്ക്. അടുത്തിരിക്കുന്നത് നോക്കേണ്ട. വിടുതൽ വേണ്ടവർ കരം അടിച്ച് ഒരു കോട്ടിൽ വീണ ഫുട്ബോൾ പോലെ തെറിച്ച ആത്മാവിൽ ഉദ്ദേശം വെളിപ്പെടുന്നു. 11-ാം ദിവസം നിന്നെക്കുറിച്ചും നിന്റെ മക്കളെ കുറിച്ചുമുള്ള ഉദ്ദേശം വെളിപ്പെടുന്നു. ഉദ്ദേശം വെളിപ്പെടുന്നു. ഓ രബനദിദരദനേ ശരദരദനദിദരദനലറബറവഷ്. ഇന്നലെ നീ നിന്ദിക്കപ്പെട്ടത്, നിന്റെ സഹോദരങ്ങൾ നിന്നെ മാറ്റി നിർത്തിയത്, നിന്റെ പെറ്റതള്ള പോലും നിന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞത്, ദൈവത്തിന് നിന്നെ കൊണ്ട് മറ്റൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. നിന്റെ ചാർച്ചക്കാരെ, നിന്റെ കൂടപ്പിറപ്പുകളെ, നിന്റെ കസിൻസിനെ നിന്നിൽ നിന്ന് മാറ്റിയത് നീ രക്ഷപ്പെടുന്നു എന്ന് കണ്ടിട്ട് അസൂയ കൊണ്ടാണ്. ഈ ഉപവാസം കഴിയുമ്പോൾ നിന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്, എന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് വെളിപ്പെട്ടു വരുമെന്ന് ഉറപ്പുള്ളവർ വർഷങ്ങളായി നീ വാടക വീട്ടിൽ കിടക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടാ. വർഷങ്ങളായി നീ പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാത്തത് നിന്നെ കൊണ്ട് ദൈവത്തിന് ചില ഉദ്ദേശമുള്ളത് കൊണ്ടാ. നീ കൊതിച്ച ചില ജീവിതങ്ങൾ, കൊതിച്ച ചില വിടുതലുകൾ, പ്രതീക്ഷിക്കാത്ത ചില ഞെരുക്കങ്ങളും, പ്രതീക്ഷിക്കാത്ത ചില കടങ്ങളും ബാധ്യതകളും നിന്റെ ജോലി മേഖലയിൽ കയറി വരുന്നത് നിന്നെ മുടിക്കാനല്ല, അതിനകത്തിട്ട് നിന്നെ പണിയാനാ. ഈ വാഗത്താനത്ത് നീ അനുഗ്രഹിക്കപ്പെടും, കോട്ടയത്ത് നീ അനുഗ്രഹിക്കപ്പെടും, ഈ കേരളത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, ഇന്ത്യയിൽ നീ അനുഗ്രഹിക്കപ്പെടും, US-ൽ നീ അനുഗ്രഹിക്കപ്പെടും, മിഡിൽ ഈസ്റ്റിൽ നീ അനുഗ്രഹിക്കപ്പെടും, യൂറോപ്പിൽ നീ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ഇന്ന് നിന്നെ മുറിക്കകത്തിട്ടിരിക്കുകയാണെങ്കിൽ, ജോലി കിട്ടാതെ, കല്യാണം നടക്കാതെ, കടം മാറാതെ, ദൈവത്തിന് നിന്നെ കൊണ്ട് ഉദ്ദേശമുണ്ട്. ഇയ്യോബേ, നിന്റെ ശരീരത്തിൽ പുഴുകേറിയതിനെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് സാത്താൻ പറഞ്ഞത്, പ്രാണനെ തൊടരുത്, എനിക്ക് ഉദ്ദേശമുണ്ട് വേറെയാ. പ്രാണനെ എന്ത് ചെയ്യരുത്? പ്രാണനെ തൊടരുത്. സാത്താനോട് പറഞ്ഞതാ അല്ലേ? പ്രാണനെ എന്ത് ചെയ്യരുത്? തുടരുത്.
സമ്പത്തെ തൊട്ടോ, നന്മയെ തൊട്ടോ, ആരോഗ്യത്തെ തൊട്ടോ, ജോലിയെ തൊട്ടോ, മക്കളെ തൊട്ടോ, ഗർഭപാത്രത്തെ തൊട്ടോ, കിഡ്നിയെ തൊട്ടോ, ലിവറിനെ തൊട്ടോ, ഹാർട്ടിനെ തൊട്ടോ. പക്ഷെ പ്രാണനെ എന്ത് ചെയ്യരുത്. കാരണം ഇതെല്ലാം കഴിയുമ്പോഴേ, ഈ കഷ്ടകാലത്തിൻ്റെ സീസൺ തീരുമ്പോഴേ എനിക്ക് ഇയ്യോബിനെ വേണം. അവൻ ഏറ്റു പറയുന്നൊരു സമയമുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ എന്താ ഏറ്റു പറയുന്നേ? നിന്റെ ഉദ്ദേശമൊന്നും. അന്നേരം എനിക്ക് ഇവനെ ചിലത് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് ചത്തുപോയാൽ ചെയ്യാൻ പറ്റത്തില്ല. ചത്തുപോയാൽ അതിന് കർത്താവ് പറയുക, പ്രാണനെ മാത്രം എന്ത് ചെയ്യരുത്. പ്രാണൻ പോലും പോകുമെന്ന് ചിന്തിച്ച നാളുകളില്ലേ? തൊട്ടില്ലല്ലോ. ഈ പ്രായത്തിലും പരാശ്രയം കൂടാതെ, മക്കളുടെയോ കൊച്ചുമക്കളുടെയോ കൈക്ക് പിടിക്കാതെ ഇതിനകത്ത് കയറി വരാൻ ദൈവം സഹായിച്ചില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോ തലയൂറ്റലും വിറയിലും ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറ്റി തന്നില്ലേ? നന്ദി പറഞ്ഞോണോ? പ്രാണനെ തൊടാൻ അനുവദിക്കാതെ, സ്വത്രം പറ, പ്രാണനെ തൊടാൻ അനുവദിക്കാതെ. ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരെയൊക്കെ കർത്താവ് തൊടുകയാ? നീയും നിന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യണമെന്ന് പിശാച് നിനക്ക് നേരെ നോക്കിയപ്പോൾ, കടം കേറി നീ മുടിയണമെന്ന്, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകണമെന്ന്, പല ബാങ്കുകൾ കയറിയിറങ്ങി നടന്നിട്ട് രക്ഷയില്ലെന്ന് കണ്ടിട്ട് അവസാനം ഭർത്താവിന്റെ മുഖത്ത് നോക്കി, ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ ചത്തേക്കാമെന്ന്. തൊട്ടില്ലല്ലോ, തൊട്ടില്ലല്ലോ, പ്രാണനെ തൊട്ടില്ലല്ലോ, സൂയിസൈഡ് ചെയ്തില്ലല്ലോ. എന്തേ? ആ സീസൺ കഴിയുമ്പോൾ അടുത്ത സീസൺ കർത്താവിന്റെ കയ്യിലാ. ഇന്നലെ പറഞ്ഞു 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം, 10 കഴിഞ്ഞു. ഇത് 11ാം ദിവസമാ. ഇത് നിങ്ങളുടെ വിടുതലിന്റെ ദിവസമാ. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ട്. പക്ഷെ അവിടെ ആ വാക്യത്തിൽ കാണുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം. സിസ്റ്റർ ഒന്നുകൂടെ വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ, മൈക്കിൽ കൂടെ വായിക്കണം. സകലവും കഴിയുമെന്നും അടുത്തത്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ ഒരു പ്രത്യേകത കണ്ടോ? ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ പ്രത്യേകത ഞാൻ ചിന്തിക്കുക, ഈ 40 ദിവസം കഴിയുമ്പോൾ എലേജായിക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണോ? കണ്ടല്ലാരും അവനെ നോക്കുന്നു. ചുമ്മാ പറഞ്ഞ ചുമ്മാ പറഞ്ഞു, അവനൊരു ബൈക്ക് എന്ത് ചെയ്യണം? മേടിച്ചു കൊടുക്കണോ? അത് ആരുടെ ഉദ്ദേശമാ? ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, ചുമ്മാ എൻ്റെ ഉദ്ദേശമാണ്. അതിപ്പോ നടക്കത്തില്ലെന്ന് എനിക്ക്, പക്ഷെ ഉദ്ദേശത്തിന് കുറവുണ്ടോ? പണ്ടാണ്ട് പറഞ്ഞ സ്വപ്നം കാണുന്നതിന് എന്തെങ്കിലും ചിലവുണ്ടോ? സ്വപ്നത്തിൽ നമ്മളിവിടെ എല്ലാം പോയി, പാരീസിൽ പോയില്ലേ? ചിലവ് വല്ലതും ഉണ്ടായിരുന്നോ? പാരീസിൽ പോകണമെന്നെങ്കിൽ +1 ചോദിക്കണം, എത്ര രൂപ ആവുമെന്ന്. സ്വപ്നം കാണുന്നത് ചിലവുണ്ടോ? അത് മനുഷ്യന്റെ ഉദ്ദേശമാണ്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം ഇവിടെ വായിച്ചെന്തുവാ? ഒന്നും ഉറക്കപ്പറ, ഒന്നും അസാധ്യം. അത് പോരെ ഇന്ന് കിട്ടാൻ? പോരെ വായിച്ച ഇന്നത്തേക്ക്? അത് പോരെ? ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പറയണം, എൻ്റെ ദൈവത്തിന് ഒന്നും സകലതും ഒന്നും പറയണം. ഇത് പറയാമെങ്കിൽ ഇത് നമ്മളിലേക്ക് സംഭവിക്കും. ഒന്നും അസാധ്യം അല്ല. ഇത് ഞാൻ കൊണ്ടുവന്നൊന്നുമല്ല. ഞാൻ പറയാൻ പോവായിരുന്നെങ്കിൽ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി പറയണമായിരുന്നു. പക്ഷെ ഇന്ന് പകൽ ആത്മാവ് പറയുകയാ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബോക്സ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന പ്രാർത്ഥന തൊടാൻ പറ്റിയിട്ടില്ല. ആത്മാവ് പറയുകയാ, ഒന്നും
എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നേ? എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ? എൻ്റെ അപ്പ ജീവനോടുള്ളതുകൊണ്ട് ആ വിഷയത്തിന് ജീവനുണ്ട്. മനുഷ്യർ പറഞ്ഞതല്ല. മനുഷ്യർ പറഞ്ഞാണോ? മനുഷ്യർ പറഞ്ഞൊന്നുമല്ല. മനുഷ്യർ പറഞ്ഞ എത്രയോ കാര്യം നടക്കാതെ പോയിട്ടുണ്ട്. എന്നോട് മനുഷ്യരെന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആമേൻ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ആ രാജ്യത്ത് എന്നാൽ പാസ്റ്റർ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാ പ്രാർത്ഥിക്കുന്ന അറിയോ? അവൻ പോകാൻ വേണ്ടിയല്ല, ഞാൻ പോകാൻ വേണ്ടി എന്ത് ചെയ്തു കേട്ടോ ജോ? ഞാൻ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ പോയാലേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. പ്രാർത്ഥിച്ചു 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 അവൻ പോണേ പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ചു. ലാസ്റ്റ് ഇവനെ തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് എൻ്റെ വണ്ടിയിൽ. ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് കണ്ണാടി കൂടെ എന്ത് ചെയ്തു? ഇങ്ങനെ കാണിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം വായിച്ച് കളഞ്ഞേക്കാൻ. സൈമച്ച ചെക്കിങ് എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇന്ന് വരെ അവൻ എന്നെ വിളിച്ചിട്ടില്ല. ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ മനുഷ്യൻ പറഞ്ഞ എന്തേ നടക്കുവോ? ഞാനും ശശി, എൻ്റെ ദൈവവും ശശി. അവൻ ലാസ്റ്റ് കാണിച്ച് ഇങ്ങനെ. ഞാൻ ഓർത്ത് ടാറ്റ തന്നായിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായേ ഞാൻ അന്ന് പറഞ്ഞതിൽ എന്ത് ചെയ്യുക? അയച്ചു കളഞ്ഞേക്കെ. വാക്കുകളില്ല, ഭാഷണമില്ല, കാണാൻ കണ്ണാടിക്ക് അപ്പുറത്തല്ലേ. മനുഷ്യൻ പറഞ്ഞ അങ്ങനെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം പറ, സ്തോത്രം പറ. നമുക്കത് മതിയെന്നേ. ഈ മുഖസ്തുതി പറയുന്നവര് നമുക്ക് വേണ്ടെന്നേ. നമുക്കത് മതി അല്ലേ? എന്നാ കർത്താവിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മതി. കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മളെ സുഖിപ്പിക്കാനൊന്നുമല്ല. മനുഷ്യർ സുഖിപ്പിക്കാൻ പറയും. പക്ഷേ കർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ അത് അസാധ്യമല്ലെന്ന്. കേട്ടോ റോസമാൻറ്റി? കേട്ടെടുക്കാവോ? അതെന്തല്ല. നിങ്ങൾ പറ, ഈ വർഷം ദൈവം തലമുറയിൽ ദൈവത്തിൻ്റെ ക്രിയ നടക്കണമെന്ന് പറഞ്ഞാ മതി, സംഭവിക്കും. ഇന്ന് നിങ്ങളോട് ആരും പ്രവചിക്കാൻ ഇവിടെ ഇല്ല. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളോട് പ്രവചിക്കാൻ ആരും ഇവിടെ ഇല്ല. ആരും പ്രവചിക്കുന്നില്ല, ഞാനും പ്രവചിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇന്ന് പ്രവചിച്ചിട്ട് പോകാൻ പോവാ. നിങ്ങൾ നിങ്ങളോട് തന്നെ എന്ത് ചെയ്യുക? ഇന്ന് പ്രവചിച്ചിട്ട് പോകാൻ പോവാ. റെഡിയാണോ? ഈ ദിവസം നടക്കുന്ന പ്രാർത്ഥന ഭയങ്കര ചലഞ്ചാ, ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടുക. കാരണം പിശാചിനോട് എതിർത്ത് നിൽക്കുക. പിശാചിനോട് എന്ത് ചെയ്യുക? എതിർത്ത് നിൽക്കുക. ദൈവത്തിന് എന്തല്ല? ഒന്നും അസാധ്യം അല്ല. ഈ മനുഷ്യൻ ഈ ഒരു വാക്ക് പറഞ്ഞു 42-ാം അധ്യായത്തിലാണ്. 43-ാമത്തെ അധ്യായം ഇല്ല. സ്വർഗം പറഞ്ഞു മതി, ഈ ഒറ്റ വാക്ക് എനിക്ക് കേട്ടാൽ മതി. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ലൈവിൽ കേൾക്കുന്ന ചിലരെ നോക്കി കർത്താവ് പറയുക, എനിക്കിത് മതി, നീ ഇത്രയും പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. ബാക്കി ഞാൻ ഇന്ന് രാവിലെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളോട് ഞാൻ പറയാം, വാരി വലിച്ച് വിഷയങ്ങളെല്ലാം പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ പുഴുവെടുക്കപ്പെട്ടത് നിന്റെ ഉദ്ദേശമാണെന്നും എൻ്റെ 10 മക്കളും മരിച്ച് ശവപ്പെട്ടി 10 വീടിൻ്റെ മുറ്റത്തിറങ്ങിയത് അങ്ങയുടെ ഉദ്ദേശമാണെന്നോ, എൻ്റെ ഭാര്യ ഞാൻ പോയി ചത്തുകൂടെ എന്ന് ചോദിച്ചതും അങ്ങയുടെ ഉദ്ദേശമാണെന്നോ, ഞാൻ വർഷങ്ങളായി സമ്പാദിച്ച എൻ്റെ ആടുമാടുകൾ കാറ്റടിച്ച് ചത്തുപോയത് അങ്ങയുടെ ഉദ്ദേശമാണെന്നോ, എൻ്റെ ജോലിക്കാരെല്ലാം തീർന്നുപോയത് അങ്ങയുടെ ഉദ്ദേശമാണെന്നോ, ഈ ഓട്ട് കഷ്ണം ഞാൻ പിടിക്കേണ്ട ഗതികേട് വന്നത്
പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു, അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി വരുത്തുന്ന ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. എന്നും കുന്നേ നിന്നെ ഈ ഓട്ട് കഷ്ണം പിടിപ്പിച്ച് നിന്റെ വീടിന്റെ വരാന്തയിൽ ഇരുത്താൻ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവഭക്തനാണെങ്കിൽ നീ തിരിച്ചു വരും. നീ നേരുള്ളവനാണെങ്കിൽ നീ തിരിച്ചു വരും. നീ ദോഷം വിട്ടകന്നവനാണെങ്കിൽ നീ തിരിച്ചു വരും. നീ ദൈവഭക്തനാണെങ്കിൽ തിരിച്ചു വരും. ഇയ്യോബ് 1:1 തിരിച്ചു വരും. ഇയ്യോബ് 1:1-2 വാക്യം നീ ആണെങ്കിൽ നീ തിരിച്ചു വരും. അല്ലാത്ത കാര്യം എനിക്കറിയത്തില്ല. നീ തിരിച്ചു വരും. നിന്റെ കുടുംബം തിരിച്ചു വരും. നിന്റെ തലമുറ തിരിച്ചു വരും. ഇന്നലെ ദൈവാത്മാ പറഞ്ഞ് 10 ദിവസം ഉപദ്രവം ഉണ്ടാകുമെന്ന്. ആ 10 കഴിഞ്ഞു പ്രിയരെ. ഇത് 11-ാം ദിവസമാ. നിങ്ങൾ ഇന്ന് 5 മണി വരെ വിട്ടിരുന്നാലും ഈ ദൂതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. എനിക്കൊരു ക്ഷീണവുമില്ല. കാരണം അത്രയ്ക്കൊരു പവർ ഞാൻ എൻ്റെ ശരീരത്തിൽ തിരിച്ചറിയുന്നു. നാൽപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ 10-ാം വാക്യം. സിസ്റ്ററെ മൈക്ക്. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബ് എന്ത് ചെയ്തു? 12-ാം അധ്യായത്തിൽ ഇയ്യോബ് എന്ത് ചെയ്തു? തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാ പറയുന്നേ. ഞാൻ ഇതിനകത്ത് ഒരു കുറഞ്ഞത് ഒരു 150 വിഷയം എൻ്റെ കയ്യിലുണ്ട്. അതുകൂടാതെ ഈ ബോക്സിൽ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതിലും മേളിൽ കാണും. സ്തോത്രം. ഈ വിഷയങ്ങൾ ഞാൻ അതിനകത്ത് ചിലതൊക്കെ എൻ്റെ ഉണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ എഴുതിയിട്ടത് ഈ ബോക്സിലുണ്ട്. ഞാൻ എഴുതി വെച്ചത് എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്കറിയത്തില്ല. ഇത്രയും വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാതിരിക്കുമോ? സ്തോത്രം. സ്തോത്രം പറ. സ്തോത്രം പറ. സ്തോത്രം പറ. സ്തോത്രം പറ. ഈ ഒരു ദിവസം എത്ര പേരാണെന്നറിയാം പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നറിയാം. ഇവരുടെ ഫോണെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. വേറെ ഇതുകൊണ്ടൊക്കെയുള്ള ചാനൽ നടത്തുന്നവരൊക്കെ ഫോണൊക്കെ എടുക്കണമെങ്കിൽ അവരുടെ അസിസ്റ്റൻറ്റുമാരെ ഓഫീസിൽ ഇരിക്കുന്നവരൊക്കെ എടുക്കുന്നത്. എന്നോടും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഇങ്ങനെ അങ്ങ് ചിലത് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മീറ്റിംഗ് ഇരിക്കും. ഇപ്പോൾ ഈ ഫോണിനകത്ത് ഇഷ്ടംപോലെ കോൾ വന്നുകൊണ്ടിരിക്കും. എടുക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് വേറെ ആളില്ല. ഞാൻ ആൽവിൻ്റെ വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ആടെ കൊടുക്കാം. പക്ഷെ എനിക്ക് നിർബന്ധമുണ്ട്, എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവർ എന്നോട് പറയണം, വേറെ ആളോടല്ല പറയണ്ട. ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് അറിയോ? ഞാൻ ഇവിടെ വരെ വന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അല്ലാതെ ഇപ്പം മുടിഞ്ഞു കിടക്കുകയായിരുന്നേ. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇന്ന് രാവിലെ ഞാൻ ടാബർനാക്കൽ ചർച്ചിനോട് ഞാൻ പറയാം, കുറഞ്ഞത് 10 പേർക്കെങ്കിലും നിങ്ങൾ ഡെയിലി പ്രാർത്ഥിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വിഷയവുമായി കടന്നു പോകുന്ന 10 പേർക്കെങ്കിലും. മാമയ്ക്കൊരു കടമുണ്ടെങ്കിൽ കടഭാരത്താ കഴിയുന്ന 10 പേർക്ക് വേണ്ടി എന്ത് ചെയ്യണം? അച്ഛൻ്റെ മോൻ്റെ കല്യാണം നടക്കുന്നില്ലെങ്കിൽ എത്രയോ വീടുകളിൽ ആൾക്കാരുണ്ട് കല്യാണം നടക്കാത്ത. അവരുടെ എല്ലാം പേര് പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർക്ക് മാത്രമല്ല, എൻ്റെ ഓഹരി
ഈ മർമ്മം മനസ്സിലാകണം. പൗലോസ് പറഞ്ഞു ഈ മർമ്മം വിലയേറിയത്. ഇയ്യോബ് ആ മർമ്മത്തിലേക്ക് വന്നു, ആ വെളിപ്പാടിലേക്ക് വന്നു. അപ്പോൾ ഇയ്യോബിൻ്റെ കയ്യിൽ ഓട്ട് കഷ്ണം ഉണ്ട് ഓൾറെഡി. ഇയ്യോബിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? നമ്മുടെ ആരുടെയും ഓട്ട് കഷ്ണം ഉണ്ടോ? നമ്മൾ ഈ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാധനമുണ്ട്, മറ്റേ ചൊറിയുന്നത്. ചില വീട്ടിലൊക്കെ ചിലപ്പോൾ കിടക്കുന്ന കാണാം. ആ ഇവിടെ ഉണ്ടോ അത് ഇങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കും ഇല്ലേ? അത് ഈ ചൈനീസിൻ്റെ സാധനമാണ്, ഇങ്ങനെ ചൊറിയാൻ. കാരണം ഭാര്യ പറയും ചൊറിയെന്ന് പറയുമ്പോൾ ഒന്ന് മാന്തിയിട്ട് പറയും മതിയെന്ന് പറഞ്ഞ് പോകും. അപ്പോൾ സുഖമാകത്തില്ല. അപ്പോൾ അതിന് ഭാര്യ ആശ്രയിക്കാതിരിക്കാൻ ലുലുമാളിൽ പോയി പറഞ്ഞ എന്ത് ചെയ്താ മേടിച്ചതാ, അവിടെ ഇരിപ്പുണ്ട്. അത് വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യും, ചൊറി. പക്ഷെ ഇയ്യോബ് ചൊറിയുന്ന കൈയൊന്നും അല്ല, അവിടെ ഇരുന്ന ഓട്ടുപാത്രം തല്ലി ഉടച്ചിട്ട്. അതുകൊണ്ട് ചൊറിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കീറും. ശരീരം എന്ത് ചെയ്യും? ഒന്നാമത് കീറി പുഴു കൊടുത്തിരിക്കുക. ഓ നോർത്ത് പോയിക്ക്. പക്ഷേ അവൻ്റെ കയ്യിലും എന്തോ ഉണ്ട്, ഓട്ട് കഷ്ണം ഓൾറെഡി ഉണ്ട്. എന്നിട്ടും തൻ്റെ വിഷയം തൻ്റേത് വലുതായിട്ട് കാണാതെ മറ്റുള്ളവരുടെ വിഷയം വലുതായി കണ്ടിട്ട് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി താൻ എന്ത് ചെയ്തു? അവിടെ ഒരു ദൈവവേദന്റെ പ്രാർത്ഥന തെളിയേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ? കൃഷിക്കാരൻ വെട്ടുന്നത് പോലെ. തൂമ്പ ഉണ്ട്, ഒറ്റ വെട്ട് എനിക്ക്, രണ്ടാമത്തെ വെട്ട് എൻ്റെ ഭാര്യയ്ക്ക്, മൂന്നാമതൊരു കുടച്ചിൽ എൻ്റെ മക്കൾക്ക്, കഴിഞ്ഞു. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെയാച്ചാ, നമ്മെപ്പോലെ തകർന്നു കിടക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വേണമെങ്കിൽ ഈ 40 ദിവസം പ്രാർത്ഥന എൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു? എന്തിനാ നിങ്ങളെ വരാൻ പറഞ്ഞ്? നിങ്ങളും കൂടെ എന്ത് ചെയ്യണം? അങ്ങനെയാണ് എന്നെ അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മീറ്റിങ്ങിനൊക്കെ എനിക്ക് ക്യാൻസൽ ചെയ്യാതെ എനിക്ക് അവിടെ പോയി ശുശ്രൂഷയ്ക്ക് ഉപദേശങ്ങൾ പോയാൽ പോരായിരുന്നോ? പക്ഷെ ദൈവാത്മാവ് ഇങ്ങനെ നിയോഗം തന്നു, നിന്റെ കുടുംബം കെട്ടപ്പെട്ട് കിടക്കുകയാണെന്ന്, നിന്റെ കുഞ്ഞ് കെട്ടപ്പെട്ട് കിടക്കുകയാണെന്ന്. അവർക്കൂടെ എന്ത് വേണം? മത്സരിക്കുന്നവർ, അവരുടെ കാര്യം പിന്നെ ദൈവം നോക്കിക്കോളൂ. പതിനൊന്നാം ദിവസം ഞാൻ ആത്മാവി പറയാം, നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. വിടുതലുണ്ട്, ഇന്ന് വിടുതലുണ്ട്. ബാബുച്ചാൻ്റെ ഒറ്റ സുഹൃത്താണ് മരിച്ചേ. ആ വീട്ടിൽ പോയിരിക്കേണ്ട ആളാണ് ഇവിടെ വന്നിരിക്കുക. അപ്പം പിന്നെ കർത്താവ് വിടുവിക്കാതിരിക്കുമോ? നമ്മളെന്തോ അവിടെ നോക്കിയിരിക്കുക ഇതൊന്നും മുടക്കാൻ. എന്തുണ്ട്? ഉണ്ടോ? ഉണ്ടോ? സ്നേഹിതന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവിടെ റിസൾട്ട് എന്താ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കേട്ടോ 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 കേട്ടോ, ലൈവ് ഇരിക്കുന്നവർ കേട്ടോ, സിസ്റ്റർ വായിച്ച കേട്ടോ, സൈമൻ ചാ കേട്ടോ. യഹോവ എന്ത് ചെയ്തു? അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്ന്. അപ്പൊ ഈ പ്രാർത്ഥന കൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്തുവാ? ഭേദം വരും. നമ്മുടെ ഈ സ്ഥിതി മാറണം. നമ്മുടെ ഈ സ്ഥിതി മാറണം. നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് എന്ത് വരണം ബിജു ബ്രദറെ? ഭേദം വരണം. മക്കൾക്ക് ഭേദം എന്ത് ചെയ്യും? അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു വിഷയം പറഞ്ഞല്ലോ, അതിനുള്ള ദൂത ഇത്. നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വന്നിരിക്കും. അടുത്തത് സമയം പോകുന്നുണ്ട്. അടുത്തത് മുമ്പേ ഉണ്ടായിരുന്നതൊക്കെ എങ്ങനെ ഭേദം വന്നേ? അജോയ്, എങ്ങനെ ഭേദം വന്നേ? മുമ്പേ ഉണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം എന്തുവാ? ഇപ്പോൾ മുമ്പ് ഒക്കെ. മുമ്പിനകത്ത് കയറി വരുമ്പോൾ വിടുതലുണ്ടായിരുന്നു. മുമ്പിനകത്ത് കയറി വരുമ്പോൾ സൗഖ്യമുണ്ടായിരുന്നു. മുമ്പിനകത്ത് കയറി വരുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭേദം വരാൻ തുടങ്ങിയാൽ
നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ സകലതും മടങ്ങി വരും. മടങ്ങി വരും. കണ്ടോ, ഭേദം വന്നാലുള്ള ഗുണമാ പറയുന്നത്. മടങ്ങി വരും. ദൈവം മടക്കി വരുത്തും. ഇത് ഈ അഞ്ഞാമുഞ്ഞ പരിപാടിയൊന്നും അല്ല ഈ പറയുന്നത്. ഇതിനകത്ത് ഭയങ്കര വിടുതൽ ചലിച്ചുകൊണ്ടിരിക്കുക. ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ ഒരു വശത്ത് ഇത് നിങ്ങൾ കേൾക്കും, മറുവശത്ത് ഇതിന്റെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് എന്ത് ചെയ്യും അമ്മ? കേൾക്കും. മറുവശത്ത് എന്ത് ചെയ്യുക? വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ കർത്താവിൻ്റെ ഡിക്ഷണറിയിൽ 40 ദിവസം കഴിഞ്ഞിട്ടെന്നില്ല. എൻ്റെ കർത്താവിൻ്റെ ഡിക്ഷണറിയിൽ 7 കഴിഞ്ഞിട്ടെന്നില്ല. 1 ദിവസം കഴിഞ്ഞിട്ടില്ല. 4 ശബത്ത് കഴിഞ്ഞിട്ടെന്നില്ല. തമ്പുരാന്റെ അടുക്ക വന്ന മാത്രയിൽ തന്നെ സ്പോട്ടിൽ തന്നെ ഡെലിവറൻസ് നടക്കും. അങ്ങനെങ്കിൽ 11ാമത്തെ ദിവസത്തിൽ ചിലതിന്റെ ഭേദഗതി വരുത്താൻ പോകുക. ഭേദം വരും, ഭേദം വരും, ഭേദം വരും. 11ാം ദിവസം എന്തോ വരും? സുനിമാമേ, 11ാം ദിവസം എന്തോ വരും? സ്ഥിതിക്ക് ഭേദം വരും. മുമ്പുണ്ടായിരുന്നത് വായിച്ചേ. മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി. എങ്ങനാ കൊടുത്ത്? ബാബുജാ ഡബിള് എങ്ങനെ കൊടുത്തേ? ഡബിള് കൊടുത്തെന്ന്. മുമ്പ് ഒന്നേ ഉള്ളത്, ഇപ്പൊ എത്ര എണ്ണം കിട്ടി? 2 എണ്ണം. അവിടെ കണക്കുണ്ട്. 1-ാം അധ്യായവും 42-ാം അധ്യായം കൂടെ ഇവിടെ കൂടെ ചേർത്ത് വായിക്കാം. അപ്പം മുമ്പ് എത്ര ഉണ്ടായിരുന്നുണ്ട്, ഇവിടെ എത്ര കിട്ടിയെന്നുണ്ട്. മുമ്പ് 6000 ആണെങ്കിൽ ഇവിടെ 12000 അവിടെ 5000 ആയിരുന്നപ്പോൾ ഇവിടെ 10000 കണ്ടോ? ഭേദം വന്നപ്പോൾ ജീവിതം കോഞ്ഞാട്ടായെന്നല്ല അർത്ഥം, ഇരട്ടിയായെന്ന്, സ്ഥിതി മാറിയെന്ന. ഈ 11ാം ദിവസം എവിടെയോ ഇരുന്ന് കേൾക്കുന്ന, ലോകത്തിന്റെ അറ്റത്തിരിന്ന് കേൾക്കുന്ന നിന്നോട് ദൈവാത്മാ പറയുക, നിന്റെ സ്ഥിതി ഭേദം വരാൻ പോകുകയാ. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന അമ്മാമ്മ മുതൽ അങ്ങേ അറ്റത്തിരിക്കുന്ന പ്രിയ സഹോദരിമാര് വരെ, ഇതേപോലെ അച്ഛൻ മുതൽ അങ്ങേ അറ്റത്തിരിക്കുന്ന സഹോദരന്മാർ വരെ ഞാൻ ആത്മാവി ദൂത് പറയുക. ലൈവ് ചെയ്യുന്ന കുഞ്ഞിനോടും വായിക്കുന്ന കുഞ്ഞിനോടും ഫാസ്റ്റിംഗ് ഇരിക്കുന്ന എന്നോടും പരിശുദ്ധാത്മാ പറയുന്നു, ഒരുമിച്ച് നമുക്ക് എടുക്കാം. എന്റെ ദൈവം ഇനി എന്നെ ഇങ്ങനെ വിടത്തില്ല. ഒരു ഭേദം വരുത്തുന്ന ദൈവം നഷ്ടപ്പെട്ടു പോയത് ഇരട്ടി തന്നെ മാനിക്കുമെന്ന്. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ഞാൻ നല്ലൊരു ഹല്ലേലൂയ കൈ ഉയർത്തി എന്ന് പറഞ്ഞേ. എല്ലാവരോടും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവാത്മാ, ഒരു മനുഷ്യനെ ദൈവം വെറുതെ വിട്ടിട്ടില്ല. എല്ലാവരോടും കർത്താവ് പറയും, ഈ 11ാം ദിവസം ഈ പെട്ടകത്തിൽ കയറിയ നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരാൻ പോവുക. സ്തോത്രം, സ്തോത്രം. ഇതൊന്നും ഞാൻ കൈനീട്ട് പറഞ്ഞല്ല. നമ്മൾ ഈ ചുമ്മിക്കൊണ്ട് നടക്കുന്ന പുസ്തകത്തിനകത്ത് നമ്മുടെ അനുഗ്രഹം കിടപ്പുണ്ട്. ഒന്നെടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നാളെ നിങ്ങൾ പറയും, പാസ്റ്റർ പ്രാർത്ഥന എൻ്റെ വിഷയത്തിൽ ഭേദം വന്നില്ല. എനിക്ക് അതിനകത്ത് ഗ്യാരണ്ടി ഒന്നുമില്ല. കർത്താവ് പറഞ്ഞതാ. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. വായിച്ചേ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വായിച്ചതിന്റെ ബാക്കി യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരന്മാരും അടുത്തത് സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ള. കേക്കണേ ഒരു മണിയാകുമ്പോൾ നിർത്തും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. മുമ്പേ അവന് പരിചയമുള്ള. ആ വാക്യം ഒന്ന് പൂർത്തിയാക്കി വായിച്ചേ. ഇരട്ടി കൊടുത്തു. അതിനുശേഷം അവന്റെ സകല അവന്റെ, ഇനി എന്നെ കേൾക്കണേ സിസ്റ്റർ വായിക്കട്ടെ. അവന്റെ സകല, എല്ലാരും കേൾക്കണേ, ലൈവ് ഇരിക്കുന്നത് കേൾക്കണേ. അവന്റെ സകല സഹോദരന്മാരും, അടുത്തത് സഹോദരിമാരും. അടുത്ത ആരാ? സഹോദരിമാരും. അടുത്തത് അവന് പരിചയമുള്ളവരൊക്കെ. വിട്ടിട്ടില്ല, ആരെയും വിട്ടിട്ടില്ല. മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് എന്തോ ചെയ്തു?
അപ്പൊ മുമ്പ് എവിടെ ആയിരുന്നു? അകലെ. വോട്ട് കഷ്ണം പിടിച്ചപ്പോ ഇവരെല്ലാം എന്ത് ചെയ്തു? വചനം കണ്ട? വോട്ട് കഷ്ണം പിടിച്ചപ്പോ ഈ സഹോദരനും സഹോദരിയും പരിചയമുള്ളവരും, നമ്മൾ ഇച്ചിടെ പറഞ്ഞാൽ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരും എല്ലാവരും എവിടെ പോയി? എന്ന സ്ഥിതിക്ക് വ്യത്യാസം വന്നപ്പോൾ, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടിയപ്പോൾ, നിന്നെ ഇട്ടിട്ടുപോയ പലരും നിന്റെ വീട്ടിൽ മടങ്ങി വന്നെന്ന് 11-ാം ദിവസം ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് ഞാൻ കൈ നിങ്ങളുടെ മുഖത്തേക്ക് ചൂണ്ടി പറയുന്നു, നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പലരും മടങ്ങി വരുന്നൊരു സമയമുണ്ട്. നിന്നെ ഇട്ടിട്ടു പോയവർ, നിന്നെ ഉപേക്ഷിച്ചു പോയവർ നിന്റെ വീട്ടിൽ വരുന്ന സമയമുണ്ട്. ദൈവം സ്ഥിതിക്ക് ഭേദം വരുത്തിയാൽ, പണ്ട് പറഞ്ഞില്ലയോ, അവനോട് കൂടിയിട്ട് ഇനി വലിയ കാര്യമൊന്നും, അവനോ മുങ്ങി നിൽക്കുക, ഇനി നമ്മളോട് പോയിട്ട് എന്നാ പറയാനാ? ഇപ്പൊ കണ്ടാൽ എന്ത് ചെയ്യത്തില്ല, മുഖം പോലും. മറ്റേ അങ്ങല്ലായിരുന്നു, വീട്ടിൽ നിന്നായിരുന്നു 3 നേരം കഴിക്കുന്നത്. ഇപ്പൊ ഇവരാരും കൂടെ ഇല്ല. ബാക്കിയും വൈകി കാണാൻ കൂട്ടുകാർ വന്നിട്ട് ജനൽ ആ വഴിക്ക് വന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ട് എന്ത് ചെയ്യായിരുന്നു? അപ്പൊ അയ്യോ അവിടെ ഇരുന്ന് ഇങ്ങനെ ചൊറിയുക. ഇവന്മാരെല്ലാം ഇട്ടിട്ട് എന്ത് ചെയ്തു? മലയാളത്തിൽ പറഞ്ഞാൽ വൈകിട്ട് 4 മണിയാകുമ്പോൾ ഇവന്മാരെല്ലാം വീടിൻ്റെ വളപ്പിൽ വന്നിട്ട് കട്ടൻ കാപ്പിയും പരിപ്പൂടെയൊക്കെ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. കാപ്പിപ്പാത്രം ഇപ്പം മടക്കി വെച്ചിരിക്കുക, ആരും വരുന്നില്ല വീട്ടിൽ. ഇതിൻ്റെ സ്ഥിതി മോശമായപ്പോഴേ സഹോദരന്മാരും സഹോദരിമാരും ഇപ്പോൾ ഫോൺ ചെയ്യുന്നില്ലെന്ന്. അങ്ങനൊരു കാലം എനിക്കുണ്ടായിരുന്നു. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, പേടിയാ. എന്തിനറിയോ? പൈസ ചോദിക്കുന്നു വെച്ച്. പക്ഷെ ഇന്നതെല്ലാം വന്നു കേട്ടോ, ഇന്നതെല്ലാം വന്നു. ഇപ്പം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. സന്തോഷമുണ്ടോ? വന്നത് വെറുതെ ആയോ? വരണ്ടായിരുന്നില്ലേ? സഹോദരന്മാരും, എടുത്തു പറയുക സഹോദരിമാരും. ചില സഹോദരന്മാരുണ്ട്, ചില സഹോദരിമാരുണ്ട്, നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് കാണുമ്പോൾ ഇവരെല്ലാം പെട്ടിയൊക്കെ എടുത്ത് ഒറ്റ പോക്ക. പിന്നെ അവിടെ പരിചയമുള്ളവരും. അവരാരാ ചോദിച്ചാൽ ഞാനങ്ങ് വ്യാഖ്യാനിക്കാം, സഭക്കാരായിരിക്കും. ആരാ? പരിചയമുള്ളവർ. പരിചയമുള്ളവർ. ഇവരെല്ലാം എന്ത് വായിച്ചേ? ആ, യോബിന്റെ അടുക്കൽ എന്ത് ചെയ്തു? വന്നു. വന്നാ സ്വീകരിക്കാവോ? ചോദ്യമോ? ക്വസ്റ്റ്യൻ മാർക്ക്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ഇറങ്ങിപ്പോയവരും ഉപേക്ഷിച്ചതും മകളല്ലെന്ന് പറഞ്ഞതും പെങ്ങളല്ലെന്ന് പറഞ്ഞതും ഒക്കെ ആൾക്കാരുണ്ടല്ലോ. വന്നാ സ്വീകരിക്കാവോ? പൊന്നുപോലെ സ്വീകരിച്ചോണം. പൊന്നുപോലെ എന്ത് ചെയ്യണം? ചില പറയണ ഞാൻ മരിച്ചാലും എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ലെന്നാ. മറന്നേര്. നീ അങ്ങോട്ട് പോകുന്നു വേണ്ട, ഇങ്ങോട്ട് വരാൻ പോവാ ചിലത്. നീ ഇനി അവർക്കൊരു ബാധ്യതയാകാൻ എന്ത് ചെയ്യണ്ട, പോകണ്ട. ഇങ്ങോട്ട് വരും, പക്ഷെ കൈ കൊടുത്തോണം. 11-ാം ദിവസം പറയുക, കൈ കൊടുത്തോണം. പുറകെ പോണ്ട, വരും. കാരണം നീ സേവിക്കുന്ന ദൈവം ആരാ? തിരുത്തി പറയിക്കും. നീ ആരാണോ? ദൂത. വരും കേട്ടോ. അവര് വരുമെന്ന് മാമേ, അവര് വരും. വീട്ടിൽ വരാത്തവരൊക്കെ എന്ത് ചെയ്യും? കാര്യം എന്തെന്നറിയോ? നിന്റെ സ്ഥിതി മാറിയെന്ന്. സ്ഥിതി എന്ത് ചെയ്തു? സ്ഥിതി മാറി. ഇപ്പൊ പഴയ റെന്നിയല്ല, ഇപ്പൊ പഴയ ബാബു അല്ല, ഇപ്പൊ പഴയ റോസമ്മയല്ല.
എന്നിട്ട് അവർ പറയാതെ പറയടി പറഞ്ഞതൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യുക, ക്ഷമിക്കുക. പറഞ്ഞില്ല, പറയാതെ എന്ത് ചെയ്യും, പറയും. ആ കാലം വരാൻ പോവാ. അവിടെ ഒരു ദൂത് പ്രകാശിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് കയറിയ നിങ്ങൾ എന്നെ കണ്ണുരുട്ടി കാണിക്കും, നിങ്ങളുടെ ഇറങ്ങിപ്പോവും. ഞാനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും, പക്ഷെ അങ്ങോട്ട് കയറുന്നില്ല. ഒരിക്കൽ അപ്പൻ ശപിച്ച ലേവി ഉണ്ടല്ലോ, പെട്ടകത്തുമെടുക്ക് വന്നപ്പോൾ യോർദാന്റെ തീരത്ത് വെച്ച് യോശുവയുടെ ദൈവം പറഞ്ഞു അവന്മാർ വരുമെന്ന്. ആര്? പണ്ട് നിങ്ങൾ മാറ്റി നിർത്തിയവര്. അവർ വന്ന് കാല് കുത്തുമ്പോൾ വെള്ളത്തിന്റെ മേലൊഴുക്ക് എന്ത് ചെയ്യും? മാറ്റി നിർത്തിയെങ്കിൽ നിന്നെ കൂടാതെ ഒന്നും പറ്റാത്ത ഒരു കാലം നിന്റെ കുടുംബത്തിൽ വരാൻ പോവുകയാണ്. എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. ഇത് എന്നോട് കൂടെ ആ കർത്താവ് ഇങ്ങനെ എന്നെ സംസാരിക്കുന്നേ. മാറ്റി നിർത്തിയവർ, ആലോചന ചോദിക്കാതെ, ചോദിക്കേണ്ടവര് മാറി നിന്ന്, ഞാൻ നിൽക്കുന്നെന്ന് കണ്ടപ്പോൾ പതുങ്ങി പറഞ്ഞ വാക്കുകൾ, പിന്നെ അവർ പോയി കുഴി ചാടിയത്. വരും, സഹോദരന്മാരും വരും, സഹോദരിമാരും വരും, പരിചയമുള്ളവരും എന്ത് ചെയ്യും, വരും. ഇപ്പൊ ആരും വരുന്നില്ല. കാര്യമാക്കണ്ട, നിന്റെ സ്ഥിതി ഈ ഉപവാസ പ്രാർത്ഥന മാറാൻ പോവാ. നല്ല ഹല്ലേലൂയ കൊടുക്ക ചായന്മാരെ, ഒരു ഹല്ലേലൂയ കൊടുക്ക. ലൈവിൽ ഇരിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്ത വാക്യം. നേരത്തെ ഈ സംഭവം ഇല്ലായിരുന്നു, പണ്ടുണ്ടായിരുന്നു, നിർത്തിയതാ. പണ്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു. 3 നേരം വന്ന് കഴിക്കുമായിരുന്നു. ഇപ്പൊ ഇവന്മാരും കൂടെ ഇല്ല. കാരണം പുഴുവെടുത്ത് അച്ഛൻ ഇരിക്കുകയല്ലേ. അച്ഛൻ എന്തെടുക്കുക? അച്ഛൻ പുഴുവെടുത്തിരിക്കുക. അപ്പൊ അവന്റെ വീട്ടിൽ വന്നിട്ട് കുഴിമന്തി കഴിക്കാൻ പറ്റുമോ? കുഴിമന്തി കഴിക്കുക. കുഴിമന്തി നോക്കണോ അച്ഛൻ ദേഹത്തിരിക്കുന്നത്? ഇല്ലേ ചോദിച്ച? മന്ന കേറ്ററിങ് ഫേമസ് ആവട്ടെ ഈ ഉപവാസ പ്രാർത്ഥന. നിന്റെ വീട്ടിൽ ഇപ്പൊ എന്തില്ല? ഒരുമിച്ചുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്ന വിശപ്പ് കൊണ്ടാണോ? സ്നേഹം കൊണ്ടല്ലേ. നമ്മളൊരു വീട്ടിൽ പോവാ. ഇപ്പം ഞാനിപ്പോൾ ബാബുച്ചാൻ്റെ വീട്ടിൽ ഉപവാസം അല്ലാത്തൊരു ദിവസം ചെല്ലും. അച്ഛനമ്മ എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട് വിസിറ്റിങ് വന്നപ്പോൾ. അപ്പോൾ അമ്മമ്മ എന്നോട് പറയുമോ ബാസെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞാൽ ഞാനെന്താ പട്ടിണിയാണ്ടാണോ? ഞാൻ രാവിലെ വീട്ടിൽ നന്നായിട്ട് കഴിച്ചിട്ട് അവിടെ ചെല്ലുന്നത്, സ്നേഹം കൊണ്ട്. അപ്പോൾ അന്ന് അവിടെ എന്തില്ലായിരുന്നു? അതുവരെ അവിടെ എന്തില്ല? ആ ബന്ധം നഷ്ടപ്പെട്ടെന്ന്. പക്ഷേ സ്ഥിതിക്ക് ഭേദം വന്നപ്പോൾ അവർ വന്ന് കഴിക്കാൻ വന്നു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാത്ത ആരെങ്കിലും ഉണ്ട്? നിങ്ങളോടല്ല, ലൈവിലെല്ലാം കേൾക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അല്ല, നിങ്ങളോട് പറയാം, അവർ ചോദിച്ചു വാങ്ങിച്ച് കുടിക്കുന്ന ഒരു സമയം വരാൻ പോവാ. ചോദിച്ചു വാങ്ങിച്ച് കുടിക്കുന്ന ഒരു കാലം ഇതങ്ങ് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പറ, ഇതങ്ങ് സംഭവിക്കും. ലൈവിലുള്ള പ്രിയപ്പെട്ട 100-ലധികം ആളുകളോട് പറയും, നിങ്ങളത് വിശ്വസിക്കുക. നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ കൂടെ പണ്ട് ഫുഡ് കഴിച്ചവർ ഇനിയും കഴിക്കും. നിങ്ങളുടെ കൂടെ പണ്ട് വീട്ടിൽ വന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോയവർ ഇനിയും വരും. സ്തോത്രം പറഞ്ഞേ. ആമേൻ. അടുത്ത വായിച്ചോ, സമയം പോയി. അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു. ഇപ്പൊ എന്നാ വന്ന്? നേരത്തെ അവന്റെ കയ്യിലിരിപ്പുണ്ടെന്ന് പറഞ്ഞു, കുറ്റം പറഞ്ഞു. അയ്യോബോ അവൻ അരിക്കനല്ലേ, അവൻ ആർക്കെന്തോ ആർത്ത കൈക്ക് ഉപ്പ് തേക്കാത്തന്നൊക്കെ പറഞ്ഞ് നടന്ന പാർട്ടികൾ ഇപ്പൊ അകത്ത് പറയാ സഹതപിക്കുകയാണ്. ഇത്ര നാൾ നീ എവിടെ ഉണ്ടാ? ഇവന് സ്ഥിതി മാറിയപ്പോഴാണോ സഹതാപം തോന്നിയേ? ഇതാ ദൈവം ചെയ്താൽ അങ്ങനെ ചെയ്യും. എടാ 41 അധ്യായം എഴുതിയപ്പോ ഇവരാരും സഹതപിക്കാൻ കൂടില്ലായിരുന്നെന്ന്. ഇയ്യോബ് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ നിനക്ക് സകലതും ഒറ്റ വാക്കിന്റെ മുമ്പിൽ കുറ്റം പറഞ്ഞവരെല്ലാം സഹതപിക്കാൻ തുടങ്ങി.
നിന്നെ നോക്കി, നിന്റെ മിനിസ്ട്രിയെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, സഭയെ നോക്കി, എന്നെ നോക്കി കുറ്റം പറയുന്നവരെ നാളെ സഹതപിക്കത്തക്ക നിലയിൽ ദൈവം നിന്റെ എന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുമെന്ന്. പ്രാർത്ഥിക്കാം അമ്മേ, ഭേദം വരുത്തും, ഭേദം വരുത്തും. ഓ ജീസസ്, എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. കാരണം ഭയങ്കര ഞാൻ 11-ാം ദിവസം ഉപവാസത്തിലല്ലേ, പക്ഷെ ഭയങ്കര ദൈവസ്ഥാനത്ത് അനുഭവിക്കുന്നു. ഭേദം വരുമെന്ന് നിന്റെ വീട്ടിൽ വന്നിട്ട് പറയും, സഹതപിക്കുമെന്ന്. അടുത്തെന്താ? അടുത്ത് അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഇതുവരെ ഒന്നും ചെയ്തില്ല. കയ്യും വീശി ഗേറ്റേ വന്ന് നോക്കിയിട്ട് പോയ അണ്ണന്മാരാ ഇപ്പൊ വീട്ടിൽ വന്നപ്പോ സാധനം കൊണ്ടുവരാടാക്കി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആപ്പിളിന്റെ മേളോ ഇപ്പൊ. എന്നാ വേണോ? അനാറ് വേണോ? ആപ്പിള് വേണോ? മുസമ്പി വേണോ? ഇനി ഇവിടെ സ്വർണം വേണോ? പണം വേണോ? ഇങ്ങോട്ട് ചോദിക്കോ? വേണോ? കാശ് വല്ലോ? മറ്റേ അങ്ങോട്ട് ചോദിച്ചാൽ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കുക. കണ്ടോ സ്ഥിതി മാറുന്ന? കണ്ടോ? ഇങ്ങോട്ട് ചോദിക്കുക, കാശ് വല്ലതും വേണോ? ആ കാലം വരാൻ പോവാ. സ്വോത്രം പറാജോ. ഇങ്ങോട്ട് ചോദിക്കാൻ പോവാ ചിലര്. എന്തെങ്കിലും വേണേ പറയണേ. എന്താ അറിയോ? നിന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറി. നിനക്ക് ഇപ്പം സ്ഥിതി മാറിയെന്ന് അവർക്ക് എന്തായി? സ്ഥിതി മാറിയെന്ന് മനസ്സിലായി. വിശ്വസിക്കാമോ? സംഭവിക്കാൻ പോവാ. ആ വാക്യം വായിച്ച് നിർത്താൻ പോവാ. അടുത്തത് ഇങ്ങനെ. അപ്പൊ എങ്ങനെയാ ഇങ്ങനെ? ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെ അധികം അനുഗ്രഹിച്ചു. ഇങ്ങനെ അനുഗ്രഹിക്കും. കർത്താവിന്റെ ദൈവമക്കൾ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ അനുഗ്രഹിക്കും. സ്വത്രം പറയാമോ? ഇനി ലാസ്റ്റ് വാക്യം വായിച്ചേ. അവിടെ ഒന്നും നിൽക്കാൻ സമയമില്ല. ലാസ്റ്റ് വാക്യം, 2 വാക്യം. മക്കളുടെ കാര്യം കൂടെ പറയാം. അതിന്റെ ശേഷം ഇയ്യോബ് 140 എത്ര വർഷം പുഴുവെടുത്തിരുന്നപ്പോ അമ്മാമ്മ എന്തോ പറഞ്ഞേ? എന്തോ സുനിമമ്മേ, പുഴുവെടുത്തപ്പോ അമ്മാമ്മ എന്തോ പറഞ്ഞേ? പോയി. പക്ഷെ പുള്ളി ചത്തോ? കാരണം സാത്താനോട് സാത്താനോട് ദൈവം പറഞ്ഞു, അവിടെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി നിന്നോട് വന്ന് പറയും പ്രാണനെ കൂടെ എടുപ്പിക്കാൻ. പക്ഷേ പ്രാണനെ മാത്രം എന്ത് ചെയ്യരുത്. കിട്ടിയ കർത്താവ് ദൈവം മുൻകൂട്ടി സാത്താനോട് പറഞ്ഞു, അവിടെ ഒരു പെമ്പളത്തി ഉണ്ട്, അവള് പറയും ഇവനെ കൂടെ അങ്ങ് കൊന്നേക്കാൻ. അത് തന്നെ അവള് പറഞ്ഞില്ലേ? കണ്ടോ, ദൈവം അറിയാതെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അവൻ എത്ര വർഷം ജീവിച്ചിരുന്നു? 140 വർഷം ജീവിച്ചിരുന്നു. അത് മാത്രമല്ല, അടുത്തത് അവൻ എന്ത് ചെയ്തു? ഇരട്ടി കൊടുത്തപ്പം 10-ന് പകത്ത് എത്ര കൊടുത്തു? 10 എത്ര മക്കളെ കൊടുത്തു? ഇരട്ടി കൊടുത്തു. മക്കളെയും മക്കളെ മാത്രമല്ല, മക്കളുടെ മക്കളെ എന്ത് ചെയ്തു? 4 തലമുറയോളം കണ്ടു. ഈ മക്കളെയും കൊടുത്തു. മക്കളുടെ ഞാൻ ദൂത് പറയാൻ പോവാ. മക്കളെയും കൊടുത്തു, മക്കളുടെ മക്കളെയും കൊടുത്തു. ഇപ്പൊ മക്കളുടെ മക്കൾ വരണമെങ്കിൽ മക്കൾക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, എന്തോ കിട്ടി? അപ്പൊ കല്യാണം നടന്നു. പിള്ളാരുടെ സ്ഥിതി മാറിയപ്പോൾ കല്യാണം നടന്നു. കല്യാണം നടക്കേണ്ട വീടുകളെല്ലാം സ്വതന്ത്രം പറഞ്ഞേ. മക്കളെയും അവിടെ പമ്മി ഇരിപ്പുണ്ട്. മക്കളെയും അവർ മക്കളെയും മക്കളെയും 11-ാം ദിവസം കെട്ടഴിയുക.
മക്കളെയും മക്കളുടെ മക്കളെയും. മക്കളുടെ മക്കളെ കാണണമെങ്കിൽ മക്കൾക്ക് ഒരു പാർട്ട്ണർ വേണം. അത് വന്നെന്ന് വീട്ടിൽ. അടുത്തത് എത്ര തലമുറ? 4 തലമുറയോളം. പുഴുവെടുത്ത അപ്പച്ചൻ ഇപ്പൊ എത്ര തലമുറയെ കണ്ടു? കണ്ണടയ്ക്കാം. കർത്താവേ, ഇന്ന് രാവിലെ ഞാൻ ആ ദൂതിന്റെ മുമ്പിൽ 11-ാം ദിവസം ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിശാച് തീർന്നു, തകർന്നു എന്ന് പറഞ്ഞ മേഖലയിൽ ഈ ഒറ്റ വാക്ക് പറഞ്ഞ കാരണത്താൽ അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയും കണ്ടല്ലോ. ഇങ്ങനെ ഇരട്ടി അനുഗ്രഹിച്ചല്ലോ. നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി കൊടുത്തല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരെല്ലാം തിരികെ വന്നല്ലോ. ആ വാക്ക് വച്ച്, വചനം വെച്ച് ഈ മക്കളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നു. യേശുവിൻ നാമം തന്നെ.